ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മാരാരിത്തോട്ടം ചന്ത കണ്ടാലോ. ഇത് നമ്മുടെ വന്ദേ ഭാരത് ട്രെയിനാണ് ഈ പോകുന്നത്. നമ്മുടെ ഋതുക്കുട്ടിയുടെ അപ്പൂപ്പൻ എന്നീ രണ്ട് പോത്തിൻ്റെ കൂടെ അടുത്ത ഒരാളെയും കൂടി കൂട്ടാൻ വേണ്ടി അപ്പൂപ്പനും മാമനും കൂടി രാവിലെ പോയി. ഇതാണ് നമ്മുടെ മാരാരിത്തോട്ട ചന്ത. ബുധനാഴ്ച ദിവസങ്ങളിൽ ഇവിടെ പോത്ത് കച്ചവടവും കാള, കുഞ്ഞ് പശുക്കൾ എല്ലാം ഉണ്ട് ഇവിടെ. ഇതൊക്കെ ഓരോ കച്ചവടക്കാരും വാങ്ങാൻ നിൽക്കുന്നവരൊക്കെയാണ് ഈ നിൽക്കുന്നത്. കണ്ടത് കൂടിയുടെ അപ്പൂപ്പൻ മുമ്പേ പോകുന്നത് കണ്ടില്ലേ. പെരുന്നാളൊക്കെ കഴിഞ്ഞ് പുറകായതുകൊണ്ട് പോത്തിനൊക്കെ നല്ല വിലയാണിപ്പോൾ. എന്നാലും ഒന്ന് പോയി നോക്കാമെന്നും പറഞ്ഞ് പോയതാണ്. അതുകൊണ്ട് ഈ പോത്തിനൊക്കെ ഓരോരോ നമ്പരൊക്കെ ഇട്ടിട്ടുണ്ട്. ഏതാണ്ട് കാളകൾ നിൽക്കുന്നുണ്ടല്ലേ. പോത്തുകുട്ടികൾക്കൊക്കെ നല്ല വിലയായതുകൊണ്ട് ഋതുക്കുട്ടിയുടെ അപ്പൂപ്പൻ പോത്തുകുട്ടികളൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ഒരു ദിവസം വരാമെന്നും പറഞ്ഞ് അവരിഞ്ഞ് തിരിച്ചു പോരും. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഋതുക്കുട്ടിയുടെ അപ്പൂപ്പൻ ലിവർ റോസ്റ്റ് ഫ്രൈ ഉണ്ടാക്കാൻ കയറി. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ കറിവേപ്പില, പച്ചമുളക്, ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ച് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ വീണ്ടും അടുത്ത കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സിയിലൊന്നിട്ട് ഗ്രൈൻഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും മുളകും പച്ചമുളകും എല്ലാം കൂടെ അരച്ചതും കറിവേപ്പില എല്ലാം കൂടെ അരച്ചതിനകത്തോട്ട് നമ്മുടെ ലിവർ എല്ലാം കൂടി കഴുകി വൃത്തിയാക്കി ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് പരട്ടിയെടുക്കണം. പരത്തി നല്ലപോലെ ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കുരുമുളക്, നമ്മുടെ എരിക്കനുസരിച്ച് കുരുമുളക് ഇട്ട് അതുകൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ശരിയേരം ഫ്രീസറിൽ വെക്കണം. അതൊന്ന് സെറ്റായപ്പോഴത്തേക്ക് നമുക്ക് ചീനിച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് വറ്റൽമുളക് കറിവേപ്പിലയോടെ ഇട്ട് അതിനകത്ത് തന്നെ നമ്മൾ കുറച്ച് കൊച്ചുള്ളി വെളുത്തുള്ളിയും കൂടി ഇട്ട് എണ്ണയിലിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. നമ്മൾ മസാല പിടിക്കാൻ വെച്ച ലിവർ എടുത്ത് ഈ ചൂടെണ്ണയിലേക്ക് ഇടുക. ഈ ലിവറിലെ വെള്ളം തന്നെ നമുക്ക് അതിനകത്ത് ഇറങ്ങുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. അങ്ങനെ കിടന്ന് തിളയ്ക്കുന്ന കണ്ടില്ലേ. അങ്ങനെ നമ്മുടെ വെള്ളം അതൊരു വിധം പറ്റി കറിവേപ്പില ഇട്ട് ഒന്നുകൂടെ ഒന്ന് പരട്ടിയെടുക്കും. ആവശ്യത്തിനുള്ള എണ്ണ ചേർക്കുകയും ഗരം മസാല ഇടുന്നത് നല്ലതാണ്. അങ്ങനെ ഗരം മസാലയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി സെറ്റാക്കി എടുക്കുക.
ഫ്രൈ സെറ്റായിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. ബൈ.